അടിപൊളി. ഈ വർഷം പൊന്മുടിയിൽ എന്ത് രസമുള്ള കാലാവസ്ഥയാണെന്നോ. എങ്ങും തണുപ്പും കോടമഞ്ഞും മാത്രം, ഒരു രക്ഷയുമില്ല. ഈ സമയത്ത് പൊന്മുടിയിൽ വരുന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവമായിരിക്കും. കൂട്ടുകാരോടൊപ്പമോ കുടുംബത്തോടൊപ്പമോ ഒക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ സമയമാണത്. വേഗം വരും, പൊന്മുടി നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ തമ്മനയിൽ കണ്ടതുപോലെ പൊന്മുടിയിൽ വന്നിട്ട് നിങ്ങൾക്ക് വെറും 400 രൂപയ്ക്ക് കിട്ടുന്ന ആ ഒരു വിശാലമായ റൂമിന്റെ വിശേഷങ്ങളെ പറ്റിയും അത് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായി നമുക്ക് പൊന്മുടിയിൽ ആ ഒരു ഭംഗി ഒന്ന് ആസ്വദിച്ചിട്ട് വരാം. നിങ്ങൾ പൊന്മുടിയുടെ ഹിൽ ടോപ്പിലേക്ക് പോകുന്ന വഴി 17ാമത്തെ ഹെയർ പിന്നിന്റെ അവിടെയായിട്ടാണ് PWDയുടെ ഈ ഒരു റെസ്റ്റ് ഹൗസ് ഉള്ളത്. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വരാം. അതായത് PWDയുടെ തന്നെ ഒരു ഗസ്റ്റ് ഹൗസും പൊന്മുടിയുടെ ലാസ്റ്റ് ഹെയർ പിന്നിന് അടുത്തായിട്ടുണ്ട്. അപ്പൊ അതല്ല, 17ാമത്തെ ഹെയർ പിന്നിലാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് വരുന്നത്. അത്യാവശ്യം വലിയ വണ്ടികളൊക്കെ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തോടു കൂടിയുള്ള ഒരു പാർക്കിംഗ് സ്പേസും ഇവിടെ അവൈലബിൾ ആണ്. കയറി വരുമ്പോൾ തന്നെ ഇടതുവശത്ത് കാണുന്നത് ഇതാണ് ഇവിടുത്തെ കഫറ്റീരിയ. ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവരിവിടെ സെർവ് ചെയ്യുന്നത്. ഫുഡിന്റെ ക്വാളിറ്റിയെ പറ്റിയിട്ട് എന്തായാലും ആരും ഇവിടെ കുറ്റം പറയില്ല, കാരണം നല്ല രീതിക്കാണ് അവരിവിടെ ഫുഡ് കൊടുക്കുന്നത്.
നമുക്കിനി നേരെ റെസ്റ്റ് ഹൗസിന്റെ അകത്തെ വിശേഷങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടില്ലേ, വെറും 400 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന റൂമിന്റെ ഒരു ക്വാളിറ്റിയാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനിലാണ് ആ റൂംസ് എല്ലാം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ട് അതൊരു 4-5 റൂംസ് മാത്രമാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഈ റൂം എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് PWD റെസ്റ്റ് ഹൗസ് പൊന്മുടി ഓൺലൈൻ ബുക്കിംഗ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ഈ ഒരു ഓൺലൈൻ ബുക്കിംഗ് എന്ന് പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഹോം പേജ് ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അവൈലബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, കാരണം റൂംസ് ഉണ്ടോ ഇല്ലയോ നോക്കണമല്ലോ. അപ്പം ഈ ബുക്കിംഗിന്റെ അവിടെ വന്നിട്ട് ചെക്ക് അവൈലബിലിറ്റി കൊടുക്കാം. ഇതിൽ നമ്മുടെ ഡിസ്ട്രിക്ട് ട്രിവാൻഡ്രത്തുള്ള റെസ്റ്റ് ഹൗസുകളുടെ ലിസ്റ്റ് ആണ്. അതിൽ നമുക്ക് പൊന്മുടി സെലക്ട് ചെയ്യാം. അതിൽ റൂം ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. AC ഉണ്ട്, നോൺ AC ഉണ്ട്. നമുക്ക് നോൺ ACയുടെ ആവശ്യമുള്ളൂ, കാരണം പൊന്മുടി എന്ന് പറയുന്നത് നല്ല ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണ്, നല്ല തണുപ്പാണ്. അപ്പൊ നമുക്ക് അവിടെ ACയുടെ ആവശ്യമില്ല. നമുക്ക് നോൺ AC സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ 16 എന്ന് പറഞ്ഞ ഡേറ്റ്, അതായത് നാളത്തെ ഡേറ്റ് കൊടുക്കുകയാണ്. 16 തൊട്ട് 17 ഒരു ദിവസത്തേക്ക് നോക്കണം. അപ്പൊ സെർച്ച് കൊടുക്കുമ്പോൾ കണ്ടോ അവൈലബിൾ അല്ല. നമുക്ക് ഡേറ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. 19 ആക്കി. കണ്ടോ 2 റൂംസ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബുക്ക് നൗ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ എഗ്രി കൊടുത്ത് പ്രൊസീഡ്, നേരത്തെ കണ്ട ആ ഒരു ഹോം പേജിലോട്ട് പോകും. ഇവിടെ നമുക്ക് ജനറൽ പബ്ലിക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ജനറൽ സിറ്റിസൺ ആണ്, പ്രൈവറ്റ് ടൂർ ആണ്, ഡിസ്ട്രിക്ട് ചോദിക്കുന്നുണ്ട്, നേരത്തെ ചോദിച്ചതുപോലെ ട്രിവാൻഡ്രം. അവിടെ പൊന്മുടി സെലക്ട് ചെയ്ത് കൊടുക്കാം. റൂം ടൈപ്പ് നോൺ AC ആണ്. അത് മാക്സിമം എത്ര ആൾക്കാർ അലോ ചെയ്യുന്നതാണ്, അതായത് ആ ഒരു റൂമിൽ 2 അഡൾട്ടും 2 ചൈൽഡും ആണ് അലോ ചെയ്യുന്നത്. അടുത്ത ചെക്ക് ഇൻ ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. ഈ ഒരു ഗ്രീൻ കളറിൽ കാണിക്കുന്നതെല്ലാം റൂംസ് അവിടെ അവൈലബിൾ ആണെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ചെക്ക് അവൈലബിലിറ്റി അവിടെ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്ത് നോക്കിയാലും മതി. അടുത്ത ചെക്ക് ഔട്ട് ഡേറ്റ് കൊടുക്കാം, 20-ാം തീയതി കൊടുക്കാം. ഇവിടെ ഈ സൈഡിൽ ശ്രദ്ധിച്ചറിയാം, ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 12 മണിക്കാണ്. ചെക്ക് ഔട്ട് ടൈം എന്ന് പറയുന്നത് 11 മണിയാണ്. രാവിലെ 11 മണിക്ക് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യണം. ഇനി എത്ര അഡൾട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കാം. 2 അഡൾട്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വെരിഫിക്കേഷന് വേണ്ടി മൊബൈൽ നമ്പർ കൊടുക്കാം. അപ്പോൾ ഒരു OTP വരും. അത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കാം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം, ഇമെയിൽ ID, ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം, നമ്മുടെ അഡ്രസ്സ്. അടുത്ത് ഇവിടെ ആപ്ലിക്കന്റ് വിസിറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ്. യെസ്. അടുത്ത് വരുന്ന ഈ ഒരു പേജിൽ ഗസ്റ്റിന്റെ ID പ്രൂഫ് കൊടുക്കേണ്ടതാണ്. അപ്പൊ അതിൽ അവർ എടുത്ത് പറയുന്നുണ്ട് PDF ഫയലോ JPG ഫയലോ PNG ഫയലായിട്ടൊക്കെയാണ് നമ്മൾ ID പ്രൂഫ് അപ്ലോഡ് കൊടുക്കേണ്ടത്. പക്ഷെ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 1 MB താഴെ ആയിരിക്കണം. ഓക്കെ. ഇനി ബുക്ക് കൊടുക്കാം. ബുക്ക് കൊടുത്തപ്പോൾ വന്നത് കണ്ടോ, ഡബിൾ റൂം ആണ്, നോൺ AC, ഒരു ദിവസത്തേക്ക്, 2 അഡൾട്ട് ഉണ്ട്, അഡീഷണൽ ബെഡ് ഇല്ല. അഡീഷണൽ ബെഡ് നമുക്ക് എടുക്കാം 150 രൂപ. 150 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ബെഡ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ബുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് അഡീഷണൽ ബെഡ് ഇല്ല. അങ്ങനെ ടോട്ടൽ എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടത് 400 rupees ആണ്. അപ്പോൾ ഇവിടെ അവർ പറയുന്നുണ്ട് ചെക്ക് ഇൻ ടൈം വന്നിട്ട് ഉച്ചയ്ക്ക് 12 മണിക്കാണ്, ചെക്ക് ഔട്ട് ടൈം വന്നിട്ട് രാവിലെ 11 മണിക്ക്. അപ്പോൾ ഇനി കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പേയ്മെന്റ് അടച്ച് ബുക്കിംഗ് കൺഫേം ചെയ്യാം.